കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു സീറ്റ്, ചിലപ്പോൾ 2, അതിൽ LDF ഒതുങ്ങുന്നു, ഒരു സീറ്റ് BJP കിട്ടുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ രസകരമായ കാര്യം, ആലത്തൂര് എന്നൊരു സീറ്റ് ഒഴിച്ചാൽ തൃശ്ശൂരിന് വടക്കോട്ട് ഒരു മലബാർ എന്ന് പറയുന്ന പ്രദേശത്ത്, ആലത്തൂരിന് ചെറിയൊരു പ്രദേശം മലബാറിലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തൂത്തുവാരുകയാണ് UDF ചെയ്തത്. കേവലം തൂത്തുവാരുക മാത്രമല്ല, അവിടത്തേക്ക് ഭൂരിപക്ഷം നോക്കൂ, 2 ലക്ഷം 2.5 ലക്ഷം. ഇപ്പോ പൊന്നാനിയിൽ എന്തോ സമസ്തയിൽ വലിയ അടിയുണ്ടായി, അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ സമസ്തക്കാരനായ ഹംസയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. 2.5 ലക്ഷത്തിൽ കൂടുതലാണ് പൊന്നാനിയില് സമദാനിയുടെ ഭൂരിപക്ഷം. ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷവും 2.5 ലക്ഷം. പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു ഭൂരിപക്ഷം കോഴിക്കോടാണ്. എളമരം കരീമിനെതിരെ MK രാഘവന് 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം. എന്തിന്? K സുധാകരന് കണ്ണൂരിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം. അവിടെ ഞാൻ അവസാന വിവരം കിട്ടുമ്പോൾ കണ്ണൂരിൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും സുധാകരനാണ് ലീഡ് എന്നാണ് കേൾക്കുന്നത്. ഇതിൽ പരം നാണക്കേടുണ്ടോ? അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലും വളരെ ശക്തമായ തലത്തിൽ, വയനാട് പിന്നെ നമ്മൾ പറയണ്ട. പക്ഷേ ഇതിനേക്കാളൊക്കെ ജനങ്ങൾ വാശിയോടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം വടകരയാണ്. യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് മലബാറിന്റെ ഈ കാറ്റിൽ വടകരയും പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പാലക്കാട് 80,000-ഓളം വോട്ടിനാണ് ശ്രീകണ്ഠൻ ജയിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വടക്കോട്ട് വേറെ ഒന്നുമില്ല, ഒന്നും കാണാനില്ല. അങ്ങനെ വരുമ്പോഴാണ് വടകര ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വടകര വലിയ തോതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പലരും പറഞ്ഞത് വടകരയിൽ ശൈലജ ടീച്ചർ നല്ല സ്ഥാനാർത്ഥിയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ നല്ല സ്ഥാനാർത്ഥിയാണ്. CPM-ന് ഇറക്കാവുന്ന, കളത്തിലിറക്കാവുന്ന ഏറ്റവും നല്ല കരു തന്നെയാണ് ശൈലജ ടീച്ചർ. പക്ഷേ എന്താണ് വടകരയിൽ സംഭവിച്ചത്? വടകരയിൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് CPM തന്നെയാണ് എന്ന് ഞാൻ പറയും. കാരണം ആവശ്യമില്ലാത്ത തന്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചു. ഷാഫി വന്നപ്പോൾ തന്നെ ഷാഫിയെ വർഗീയവാദിയെ ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഷാഫിയെ അറിയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ഉജ്ജ്വലമായ വിജയം നേടിയ, അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ച ഷാഫി വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ ഷാഫി അറിയുന്ന ആരും വിശ്വസിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവിടെ വ്യാജ വീഡിയോയുടെ വലിയൊരു കഥ ടീച്ചർ പറഞ്ഞു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ കളിയായി. ഇപ്പൊ ടീച്ചർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയാണ് എന്നെ തോൽപ്പിച്ചത് എന്നാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ടീച്ചർ പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് എൻ്റെ പോർണോ വീഡിയോ ഉണ്ടാക്കി വിറ്റു എന്നാണ്. പോർണോ വീഡിയോ ടീച്ചർ ഉണ്ടാക്കി എന്നത് അസത്യമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം പോലീസ് തലകുത്തി എന്ന് അന്വേഷിച്ചിട്ടും ആ വീഡിയോന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയില്ല. ഒരു കാഫിർ എന്ന് പറയുന്ന ഒരു വീഡിയോ, ഒരു ചിത്രം വന്നു എന്ന് പറഞ്ഞു. ആ ചിത്രം ഒരു മുസ്ലിം ലീഗുകാരനെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പൊ അയാളെ വിട്ടു. പിണറായിയുടെ എല്ലാ പോലീസും കയ്യിലുണ്ടായിട്ടും ഈ പ്രചരണം നടത്തിയ വീഡിയോ ആര് തയ്യാറാക്കിയെന്നോ എവിടെ നിന്ന് വന്നു എന്നോ പറഞ്ഞില്ല. പക്ഷെ CPM-കാർ കേരളത്തിൽ മുഴുവൻ ഷാഫി വർഗീയവാദിയാണ്, വർഗീയ വോട്ടുകളാണെന്ന് പറഞ്ഞു. അവരുടെ ലക്ഷ്യം മറ്റൊന്നുകൂടിയായിരുന്നു, അവിടെയുള്ള BJP വോട്ട് ശൈലജ ടീച്ചർക്ക് കിട്ടുക എന്നതായിരുന്നു. വലിയ തന്ത്രങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അന്തർധാരകളായി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് വടകരയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെ കൃത്യമായ രാഷ്ട്രീയം ഉള്ള മണ്ഡലമാണ്. ആ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായത് കേന്ദ്രത്തിൽ ആര് ഭരിക്കണം, ആര് പോകണം എന്ന ചോദ്യം തന്നെയാണ്. CPM വലിയ തോതിൽ CIA വിരുദ്ധ പ്രകടനങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തിയെങ്കിലും CIA-ക്കെതിരെ CPM-ന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം സാധാരണ വോട്ടർമാരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടർമാരുടെ ഉള്ളിൽ. അത് മലബാറിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ നമ്മളത് ഏതാണ്ട് പ്രകടമാണ്. ന്യൂനപക്ഷ വോട്ടർമാർ ബ്ലോക്കായി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ കാരണം കേന്ദ്രത്തിലെ രാഷ്ട്രീയം. ഇപ്പൊ അത് കൂടുതൽ വ്യക്തമായി വന്നിരിക്കുന്നു. 4 സീറ്റ് പരമാവധി കിട്ടാൻ സാധ്യതയുള്ള CPM-ആണ്. ഇപ്പോ ആറ്റിങ്ങൽ നെക്ക് ടു നെക്കാണ്. ആറ്റിങ്ങൽ ജയിച്ചാൽ പോലും 4 സീറ്റാണ് CPM-ന്, 4 അല്ലെങ്കിൽ മാക്സിമം പോയ 5 സീറ്റാണ് CPM-ന് കിട്ടാൻ പോകുന്നത്. ആ CPM-ആണോ 100 സീറ്റിൽ കൂടുതൽ കിടക്കുന്ന കോൺഗ്രസ് ആണോ, അല്ലെങ്കിൽ സാധ്യതയുള്ള കോൺഗ്രസ് ആണോ BJP-ക്കെതിരായി നിൽക്കേണ്ടത് എന്ന ചോദ്യം വളരെ ലളിതമായിരുന്നു. യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നതിന് പകരം വർഗീയമായി അവിടെ കളിച്ചത് LDF. UDF ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരാരെങ്കിലും തെറ്റിയതെങ്കിൽ അവരും അത് അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ അവിടെ സമാധാനം നിലനിൽക്കേണ്ടത്. വടകരയ്ക്ക് നിരവധി ചരിത്രങ്ങളുണ്ട്. TP ചന്ദ്രശേഖരന്റെ കേസിലെ വിധി വരുന്നത് ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പമാണ് എന്നത് ഒരു വിധി വൈപരീത്യമാണ് എന്ന് പറയേണ്ടി വരും. അത് വടകരയിലെ ഒരു വികാരമാണ്. അതിനിടയിലാണ് അതേ മണ്ഡലത്തിലെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് ബോംബ്, പാനൂരിൽ നിന്നൊക്കെ ബോംബ് കണ്ടെടുത്തതും അതുപോലെ
ചില പ്രശ്നങ്ങൾ ഉണ്ടായത്, ബോംബ് പൊട്ടി മരിച്ചത്. ഒപ്പം തന്നെ ബോംബ് ഉണ്ടാക്കിയ ആളുകൾക്ക് സ്മാരകം പണിയുന്ന ഒരു CPM എന്ന ഒരു ചീത്തപ്പേരും അതിനിടയ്ക്ക് പൊന്തി വന്നു. ഞാൻ പറഞ്ഞു വന്നത്, അക്രമ രാഷ്ട്രീയത്തോട് കൃത്യമായും ജനങ്ങൾ പ്രതികരിച്ചു. അല്ലെങ്കിൽ രാഷ്ട്രീയം സാധാരണഗതിക്ക് LDF UDF തർക്കമായിരുന്നു, സംവാദമായിരുന്നു അവിടെ ഉണ്ടാകുന്നതെങ്കിൽ LDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ് അവിടെ. കാരണം 6 മണ്ഡലത്തിലും 6 അസംബ്ലി മണ്ഡലങ്ങളിലും LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലങ്ങളാണ്. എന്നിട്ടും എന്തേ സംഭവിച്ചത് വളരെ കൃത്യമായും ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു, ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിച്ചു. അത് നമുക്ക് കേരളം മുഴുവൻ അറിയാം. പ്രത്യേകിച്ച് മലബാറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായ കാറ്റ്, അത് വടകരയിൽ ഭൂരിപക്ഷം 1 ലക്ഷം കടന്നു. നെക്ക് ടു നെക്കെന്നും ഒപ്പത്തിനൊപ്പമെന്നും ചിലപ്പോൾ ശൈലജ ജയിക്കുമെന്നും വരെ ഉള്ള എക്സിറ്റ് പോളുകളൊക്കെ ആവിയായി പോയത് നമ്മൾ കണ്ടു. ഇത് തീരെ അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിച്ചത് തന്നെയാണ്.